ആടുജീവിതത്തിൽ നജീബ് പറയുന്നൊരു ഡയലോഗുണ്ട്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന്. എനിക്ക് ഈ ഇടയ്ക്ക് വായിച്ച 2 പുസ്തകങ്ങൾ വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ സമകാലീന ഇന്ത്യയിൽ വളരെ പ്രസക്തമായിട്ടുള്ള വിഷയമാണ് ഇപ്പോഴും അത്. ഞാൻ വായിച്ച പുസ്തകങ്ങളൊന്ന് കാണിച്ചു തരാം ആദ്യം. ഞാൻ വായിച്ചത് നമ്മുടെ എം കുഞ്ഞാമൻ സാറിൻ്റെ എതിര് എന്ന് പറയുന്ന പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ പ്രൊഫസറൊക്കെ ആയിരുന്നു. അദ്ദേഹം അനുഭവിച്ച ജീവിതത്തിൻ്റെ കുഞ്ഞുനാളിലും മുതൽ അദ്ദേഹം അനുഭവിച്ചു വരുന്ന തൻ്റെ ജീവിതം, അത് കേരളത്തിലാണ്. ദളിതനായ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേരളത്തിൻ്റെ ബേസിൽ വെച്ചിട്ടാണ് അത് പറഞ്ഞേക്കുന്നത്. അടുത്തത് ശരൺകുമാർ ലിംബാള എന്ന് പറയുന്ന മഹാരാഷ്ട്രക്കാരനായ വ്യക്തി എഴുതിയ അക്രമാഷി എന്ന നോവലാണ്. ഇത് 2 വ്യത്യസ്ത സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലും മഹാരാഷ്ട്രയിലും ഉള്ള 2 വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ, ജാതിയുടെ പേരിൽ അവരനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പം പഴയ കേരളവും ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു എന്ന് അപ്പം കാണാം നമുക്ക്. എന്നാലും ഈ സമയത്ത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ ഇപ്പോഴും ബേസിക് കാര്യങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ഉദാഹരണം പിന്നെ അത് വെച്ച് പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ രാമായണം എഴുതിയ വാൽമീകി ദളിതനായിരുന്നു. വ്യാസൻ, മഹാഭാരതം എഴുതിയ വ്യാസൻ, അദ്ദേഹത്തിൻ്റെ അമ്മ സത്യവതി ദളിതയായിരുന്നു. അതേപോലെ അവരെഴുതിയ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ ആരാധിക്കുന്നത്. അവരിലെ കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത്. അവരെ തന്നെ നമ്മൾ ഭ്രഷ്ടരാക്കുന്നു. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിനെ പോലുള്ള ആൾക്കാർ, അവർ ആണ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയൊന്നും നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. പ്രിയാമ്പിളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് മാത്രം ജസ്റ്റ് ഒരു ചെറിയ വ്യത്യാസമൊക്കെ മാത്രമേ അതിനകത്തൊക്കെ വരുത്തിയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ BR അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പി, അദ്ദേഹം അതിനകത്ത് വരുത്തിയേക്കുന്ന അങ്ങനെ ഒരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ് ഇന്നും ദളിത് വിഭാഗത്തിനൊക്കെ സംവരണം കിട്ടുന്നത്. ആ സംവരണത്തിനെതിരെ ഇപ്പോഴും സാമ്പത്തികമല്ല ഒരിക്കലും സംവരണത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോഴും സാമൂഹികമായി കേരളത്തിൽ കാര്യം വ്യത്യസ്തമാണ്. കേരളത്തിലിപ്പോൾ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതുപോലെ അല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് അവരോട് പെരുമാറുക എന്നത് നമുക്ക് മനസ്സിലാക്കണം. അതുപോലുള്ള റിസർവേഷനെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആലോചിച്ചാൽ വളരെ നല്ലതായിരിക്കും.